ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തെക്കുറിച്ച് ഓരോ ദിവസവും ഓരോരോ പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ SIT ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഈ അന്വേഷണം ഒതുക്കി മറ്റു പ്രതികളെ രക്ഷപ്പെടുവാനുള്ള തന്ത്രങ്ങൾ ഒരുക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് നാളിതുവരെയായിട്ടും ഈ കേസിൽ ബന്ധപ്പെട്ട മറ്റു ദേവസ്വം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്യുവാനോ അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുവാനോ SITയുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും കാണുന്നില്ല എന്നത് തന്നെ ഈ കേസ് ഉന്നതങ്ങളിൽ അട്ടിമറിക്കപ്പെട്ടു അല്ലെങ്കിൽ അട്ടിമറിക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 2 കേസുകളാണ് SIT രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അഥവാ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 2 കേസുകളാണ് SIT എടുത്തിരിക്കുന്നത്. 2 കേസിലും FIR ഇട്ട് അന്വേഷണം തുടരുമ്പോൾ ഈ 2 കേസുകളിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാം പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഉള്ളത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കടത്തിക്കൊണ്ടുപോയി എന്നുള്ളത് ഒരു കേസ്. ആ കേസിലാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു കേസ് ശബരിമലയിലെ ശാസ്താ ശ്രീകോവിലിന്റെ ഉമ്മറ കട്ടിളപ്പടി വാതിൽ ഇളക്കി കൊണ്ടുപോയി എന്നുള്ളത് മറ്റൊരു കേസ്. ഈ 2 കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഒന്നാം പ്രതിയാകുമ്പോൾ ഒരു കേസിൽ മാത്രമാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ 2ാം പ്രതിയായി ചേർത്തിരിക്കുന്ന മുരാരി ബാബുവിനെ വിളിച്ചു വരുത്തുവാനോ ചോദ്യം ചെയ്യുവാനോ അറസ്റ്റ് ചെയ്യുവാനോ ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള തീരുമാനങ്ങളും കാണുന്നില്ല, നീക്കങ്ങളും കാണുന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും ഈ കേസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രം ഒതുക്കി തീർക്കാനുള്ള ഒരു നിഗൂഢമായ തന്ത്രമാണ് ഇത് എന്ന് വേണം മനസ്സിലാക്കാൻ. ശബരിമല ദേവസ്വത്തിലെ തിരുവിതാംകൂർ ദേവസ്വത്തിലെ ഉന്നതർ ഉൾപ്പെട്ടിട്ടുള്ള സ്വർണ്ണക്കൊള്ള വിവാദത്തെക്കുറിച്ച് ദേവസ്വം ബോർഡിലെ അന്നത്തെ, അതായത് 2019 പ്രസിഡന്റായിരുന്ന A. പത്മകുമാറിലേക്കോ അല്ലെങ്കിൽ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരിലേക്കോ കേസിന്റെ അന്വേഷണം ചെന്നെത്താതിരിക്കുവാൻ വേണ്ടി ഉന്നതതല നീക്കങ്ങൾ നടത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അല്ല എന്നുണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും സ്വർണം കൊടുക്കാൻ കത്ത് നൽകിയ കൽപേഷ് എന്ന് പറഞ്ഞ ആളെ എന്തുകൊണ്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് കണ്ടെത്താൻ പറ്റാത്തത്, കൽപേഷിനെ അറസ്റ്റ് ചെയ്യാത്തത്? മറ്റൊരാൾ നാഗേഷാണ്. നാഗേഷിനെയും കണ്ടെത്തുവാനോ തിരുവനന്തപുരത്തേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുവാനോ ചോദ്യം ചെയ്താൽ വിളിച്ചു വരുത്തുവാനോ എന്തുകൊണ്ടാണ് SITക്ക് സാധിക്കാത്തത് എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഈ കൊള്ളയുമായി ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ അവിടെയും ഇത് നിൽക്കുന്നതല്ല. കാരണം ദേവസ്വം ബോർഡ് അധികൃതർ മാത്രം അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ വലിയൊരു കൊള്ള നടത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ദേവസ്വം മന്ത്രിയുടെ ഓഫീസിലേക്ക് ഇത് നീണ്ടേക്കാം. ദേവസ്വം മന്ത്രിയുടെ ഓഫീസിലേക്ക് നീളുകയാണെങ്കിൽ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ മുഖ്യമന്ത്രിയിലേക്കോ ചെന്നെത്തുന്ന തരത്തിൽ കാര്യങ്ങൾ മാറി മറിയും എന്നുള്ള ഒരു ആവലാതി കൊണ്ട് അല്ലെങ്കിൽ അങ്കലാപ്പ് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ദേവസ്വം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ഒഴിവാക്കിക്കൊണ്ട് SITയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തിട്ട് നാളിതുവരെയായിട്ടും എന്തുകൊണ്ടാണ് ഈ കേസിൽ മറ്റൊരു അറസ്റ്റ് നടക്കാത്തത് എന്നുള്ളതും ചോദ്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ SIT ഏറെ നേരം റെയ്ഡ് നടത്തി ചില രേഖകൾ പിടിച്ചെടുത്തു എന്നല്ലാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റു തരത്തിലുള്ള അന്വേഷണങ്ങളൊന്നും മറ്റു പ്രതികളുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റു പ്രതികളെ കേന്ദ്രീകരിച്ചോ നടക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. ഫലത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാളിലേക്ക് ഒതുക്കി തീർത്തുകൊണ്ട് കേവലം 1.5 കിലോ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി മോഷ്ടിച്ചു എന്നുള്ള ഒരു കുറ്റകൃത്യത്തിലേക്ക് മാത്രം ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ള വിവാദം ഒതുങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണത്തിൽ SIT ഫലപ്രദമായ രീതിയിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ എല്ലാം വെളിയിൽ കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയായിരുന്നു ജനങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്നത്, അയ്യപ്പ വിശ്വാസികൾക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ കേസുകൾ ഉന്നതങ്ങളിൽ അട്ടിമറിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ മന്ത്രി തലത്തിൽ തന്നെ ഇതിൽ വളരെ കാര്യമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദേവസ്വം ബോർഡിലെ 2019 അധികാരത്തിലിരുന്ന A. പത്മകുമാറിലേക്കോ അല്ല എന്നുണ്ടെങ്കിൽ N. വാസുവിലേക്കോ എല്ലാം ഈ അന്വേഷണം നീളാത്തത് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 2019 ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കും ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ എത്താതിരിക്കാൻ വേണ്ടി ബോധപൂർവം എവിടെയൊക്കെയോ ചില തിരിമറികൾ നടന്നിട്ടുണ്ട്, എവിടെയൊക്കെയോ ചില സ്വാധീനിക്കപ്പെടലുകൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫലത്തിൽ ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കട്ടതുമായി ബന്ധപ്പെട്ട് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കീഴ്ശാന്തിയിലേക്ക് മാത്രം ഒതുക്കി തീർത്ത് കേവലം 1.5 കിലോ സ്വർണത്തിന്റെ കളവ് മാത്രമായി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദം മാറുന്നു എന്നുള്ള രീതിയിലേക്ക് അന്വേഷണം പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ കാര്യത്തിൽ സമഗ്രമായ ഇടപെടലുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ
ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രം ഈ കേസ് ഒതുക്കി തീർക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വമ്പൻ സ്രാവുകൾ വലഭേദിച്ച് മുന്നോട്ട് പോകും, അല്ലെങ്കിൽ വമ്പൻ സ്രാവുകളെ ഇനിയും അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് ഉന്നത തലങ്ങളിലുള്ള ആളുകൾ ഒരു കാരണവശാലും അത് കടകംപള്ളി സുരേന്ദ്രന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടോ അല്ല എന്നുണ്ടെങ്കിൽ അതിന് മുകളിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ടോ രീതിയിലുള്ള അന്വേഷണം നടക്കില്ല. ഉന്നതർ രക്ഷപ്പെടും. ഉന്നതരെ ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് SITയുടെ ഈ അന്വേഷണം നടക്കുന്നത് എന്നാണ് ഫലത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്.